CJP ദേശവിരുദ്ധ ബന്ധത്തിൽ മലയാളിയായ ഇഷ മറിയം ഹാരിസിന്റെ വിവരങ്ങൾ ശേഖരിച്ച IB അർബൻ നക്സൽ ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം. CJPക്ക് പിന്നിലുള്ളവരുടെ ബന്ധങ്ങൾ ദുരൂഹമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ. ഇഷ പ്രവർത്തിച്ച NGOകളുടെ വിവരങ്ങളും ശേഖരിക്കും. കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയയുടെ അടുത്ത ബന്ധുവാണ് ഇഷ. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, CJP ദേശവിരുദ്ധ ബന്ധത്തിൽ മലയാളിയായ ഇഷ മറിയം ഹാരിസിന്റെ വിവരങ്ങൾ IB ശേഖരിക്കുകയാണല്ലോ. ഇവർ പിന്തുടരുന്ന ഗ്രൂപ്പുകൾ, ഇവർ ഫോളോ ചെയ്യുന്നവരെല്ലാം തന്നെ വലിയ രീതിയിൽ ദുരൂഹം എന്ന് തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്ന വിവരം. ഏതു രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ ഇഷയ്ക്കെതിരെ പുരോഗമിക്കുന്നത്? രോഹിണി, ഈ ഒരു CJP എന്ന രാഷ്ട്ര വിരുദ്ധ കൂട്ടായ്മ രൂപം കൊണ്ട ഘട്ടത്തിൽ തന്നെ അതിന് വലിയ പ്രചാരണം നൽകാൻ പലരും മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ പ്രാഥമികമായ പരിശോധന ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നീളുന്നത് ഇഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇഷയുടെ മലയാളി ബന്ധങ്ങൾ, പശ്ചാത്തലം, ഒപ്പം തന്നെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന NGOകളുടെ പശ്ചാത്തലം, അതിന്റെ പ്രവർത്തന രീതിയെല്ലാം ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ ഇതിലെ അർബൻ മാവോയിസ്റ്റ്, അർബൻ നക്സൽ ബന്ധങ്ങളുടെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. പലപ്പോഴും ദേശവിരുദ്ധ സ്വഭാവമുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിന്റെ ഭാഗമായും എല്ലാം തന്നെ ഈ നക്സൽ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രമായുള്ള നിരവധി നക്സൽ ഗ്രൂപ്പുകളുണ്ട്, അർബൻ നക്സൽ ഗ്രൂപ്പുകൾ. ആ അർബൻ നക്സൽ ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മയിൽ എന്തെല്ലാമാണ് പങ്കാളിത്തം ഉള്ളത് എന്ന് സംബന്ധിച്ചും IB വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകൾ, സംസ്ഥാന ഇന്റലിജൻസിന്റെ കൈവശമുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനി 2 ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിയമ നടപടികൾ നേരിടുന്ന അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ അടുത്ത ബന്ധുവാണ് ഇഷ എന്നതിന്റെ വിവരങ്ങൾ ജനം TV തന്നെ പുറത്തുവിട്ടിരുന്നു. അതുതന്നെ ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങൾ, ആ പശ്ചാത്തലത്തിനും അപ്പുറം ഇവർ പ്രവർത്തിച്ച സംഘടന, ഇവരുടെ സൗഹൃദ ബന്ധങ്ങൾ, അതിലുള്ള ആളുകളുടെ മറ്റു ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.